guys, welcome back to We Talks. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് ഡയസ് ഫുഡ് ചാലഞ്ച്. So guys, അപ്പോൾ ഞാൻ റൂൾസും കാര്യങ്ങളും പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു ഡൈസ് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഉണ്ട്, മാ ഉണ്ട്, പാ ഉണ്ട്, എ ഉണ്ട്, പിന്നെ റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, പിന്നെ ആക്ട് ഉണ്ട്. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പാ എന്ന് പറഞ്ഞ അക്ഷരത്തില് പാ 3 ഫുഡ് ഐറ്റംസിന്റെ പേരുണ്ടാവും. ഓക്കെ, നമ്മുടെ ഈ ഇതെന്താ സാധനം ലെറ്റേഴ്സ് ഇല്ല, ഇത് ബൗൾ. സോറി ഈ ബൗളിനകത്ത് ഈ ലെറ്റേഴ്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ആദ്യം ഏത് ലെറ്റർ എടുക്കുന്നോ ആ ലെറ്റർ ഇതിനകത്ത് ഫസ്റ്റ് വീഴുന്ന ആൾക്ക് ഇപ്പൊ പാ ഇത് പായെന്ന് വെച്ചോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ആരാണോ പാ വീഴുന്നത് ആ പാ എന്ന് പറഞ്ഞ കൂട്ടിയുള്ള ഫുഡ് ഐറ്റംസിലെ മെയിൻ ഫുഡ് ഐറ്റം ആ ഫസ്റ്റ് വീഴുന്ന ആൾക്ക് കിട്ടും. അപ്പൊ ഇത് ലക്ക് ബേസ് ഗെയിമാണ്. ലക്ക് ബേസ് ഗെയിം. കഴിവ് ഉപയോഗിക്കണ്ട, അപ്പൊ ബ്രോക്ക് കിട്ടും ചിലപ്പോ. ബ്രോക്ക് കിട്ടില്ല, ബ്രോക്ക് ലക്കില്ലല്ലോ. ബ്രോക്ക് ലക്കില്ലല്ലോ. അപ്പൊ ബ്രോ ഉദ്ദേശിച്ച കഴിവുണ്ടെന്നാണോ? അയ്യോ, അതും ശരിയാണല്ലോ. ഇപ്പൊ രണ്ടും ഇല്ലല്ലോ. ശരി, അമ്മാവൻ ഇങ്ങനെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യണ്ട. മറ്റേ ഇത് പേഷ്യന്റ് അല്ലേ, അധികം BP ഒന്നും കയറ്റണ്ട കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോയിലേക്ക് എടുത്തിട്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് നിങ്ങൾ കണ്ടിട്ട്. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ ഐറ്റത്തിലേക്ക് പോകാം. അമ്മാവട്ടെ, അമ്മാവന്ന് വിളിക്കൂല കേട്ടോ. സോ ഗൈസ്, അപ്പൊ എ കൂട്ടി തുടങ്ങുന്ന 3 ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഫസ്റ്റ് മെയിൻ ഐറ്റം ഇളയപ്പം. ഇളയപ്പനാ ഇതിലെ കോമഡിയാ. നീ എന്തിനാ ഇതിനൊക്കെ തിരിച്ചു കൊടുക്കണേ? ഇളയപ്പം കഴിഞ്ഞിട്ട് ഞാൻ ഇളയപ്പ പറയാൻ വരുമായിരുന്നു. വേറെന്താ പറയാമെന്നല്ല. 2 കണക്കാ. സെക്കൻഡ് എന്താ പറയാമോ? ഏത്തപ്പഴം. ഏത്തപ്പഴം എന്ന് പറയുമ്പോ ഏത്തപ്പഴം നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഞാൻ ഏത്തോടും, നിങ്ങൾ ഇടും. ഇല്ല, നമ്മളിടില്ല. ബ്രോ അല്ലേ? ഈ പഴത്തിനെ കൊണ്ട് ഏത്തിടുന്ന നമ്മളെന്തിന് ഏത്തിട്ടോണ്ട് പാത്തിട്ടോണ്ടോ? തേർഡ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ളുണ്ട. സത്യം എല്ലാം ഒരു നാടൻ സംഭവങ്ങളല്ലേ. ഫസ്റ്റ് എനിക്ക് ഏ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ട്. ഇതിനകത്ത് ആക്ട് ആണ് വന്നിരിക്കുന്നത്. ആക്ട് എന്ന് പറയുമ്പോ നമ്മള് ഒരു ഫുഡ് ഐറ്റം ഈറ്റ് ചെയ്യണ പോലെ ആക്ട് ചെയ്യണം. ചോക്കോബാർ ആദ്യം തന്നെ കഴിച്ചോട്ടെ അല്ലേ? ചോക്കോബാർ തണുത്ത ചോക്കോബാർ വായിൽ വെക്കാൻ പറ്റൂല, അത്ര തണവാ. മക്കി തിന്നു. അല്ല, വേണ്ട ചോക്കം വേണ്ട, മറ്റേ മാങ്ങാണ്ടി. നല്ല പഴുത്ത മാങ്ങാണ്ടി സൂപ്പറാ. എനിക്ക് ഇങ്ങനെ ഞാനെങ്ങനെ മാങ്ങാണ്ടി പിടിക്കാറ്? ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ പിടിക്കാറാ. ആണോ? ഇതെന്തിട്ട് ബബിൾ ഗം ഇങ്ങനെ എടുക്കാനായിട്ട് വായിലേക്ക് ഇട്. എടാ, അങ്ങനെ അല്ലത് കടിച്ചിട്ട് ഇങ്ങനെ വലിക്കണല്ല. മാങ്ങാണ്ടി കടിക്കും ആരെങ്കിലും? അപ്പത്തുള്ളൂ. എടാ, മാങ്ങാണ്ടിയുടെ മേലെ ഇതുണ്ട്, പൾപ്പുണ്ട്. മാങ്ങാണ്ടിയുടെ പൾപ്പൊക്കെ ഞാൻ തിന്നേ. താനം കൊലത്താതെ അണ്ടി കഴിക്കടാ. ഞാൻ തിന്നത്തില്ല. മാങ്ങാണ്ടി തിന്നാ അവൻ ചപ്പീതാ. അണ്ടി തീർന്നില്ലല്ലോ. എന്നിട്ട് അവിടെ മുളച്ചു വരണം. പെട്ടെന്നിട്ട് ഇയാൾക്കേ ബ്രോ കുറച്ച് മണ്ണ് വരുന്ന മണ്ണ് കഴിക്കാൻ സിമ്പിൾ ആയിട്ട് കഴിക്കാം. 1 ലിറ്റർ വെള്ളം കുടി. 1 ലിറ്റർ വെള്ളം അത് കുടിച്ച് തീർക്കുമെന്ന് എനിക്ക് നോക്കട്ടെ. ഒറ്റയടിക്ക് കുടിക്കണം കേട്ടോ, അല്ലാതെ നിർത്താനൊന്നും പാടില്ല. 1 ലിറ്റർ. ഇത്ര 1 ലിറ്റർ ഉള്ളോ? ഇത്ര പോരല്ല, ഒറ്റ വായ ഉള്ളു കേട്ടല്ലേ. അല്ല, ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ ഒറ്റടിക്ക് സാധനം വെള്ളം കുടിക്കാനാ പറഞ്ഞ കൂടുതൽ ചോയ നടക്കല്ലോ. ഒറ്റടിക്ക് കുടിച്ചു പോയി. അല്ല, ഇതിപ്പോ കുറച്ചായാലും 1 ലിറ്റർ ഫുള്ള് കുടിച്ചില്ല. അതല്ല ഞാൻ ഇങ്ങനെ കറക്കിയത്. അവസാന തുള്ളി വരെ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. എടുക്കണ കേട്ടോ. ഇനിയിപ്പോ ഞാനാണല്ലേ. നീ ഏട്
റിപ്പീറ്റ് നിനക്കാടാ. ഇതന്നെ, ഇത് repeat ആ. അയ്യോ. അത് ഞാൻ അവിടെ പറഞ്ഞു. Guys, അപ്പൊ അതെ കൊടുത്തേക്ക് ലഞ്ച് കൊടുത്തേക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ ഞാനൊക്കെ ഈ ടൈമിലുണ്ടല്ലോ നല്ല കഴിക്കായിരുന്നു ബ്രോ മഴയത്ത് ഞാനൊക്കെ ഇങ്ങനെ മഴയത്തെ ഈ കായലിന്റെ സൈഡിൽ വരുന്ന മീനൊക്കെ ഇങ്ങനെ കരിമീനൊക്കെ ഇട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇത് പൊള്ളിച്ചെടുത്ത് ഈ ഒരു വൈബ് ഇതേപോലെ ഇലയിലൊക്കെ ഇങ്ങനെ പൊള്ളിച്ചെടുത്തിട്ട് ഓ സത്യം ഭയങ്കര വൈബാണ്. ഇത് പിന്നെ അധികം പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാൻ കഴിച്ചോട്ടെ ബ്രോ ടേസ്റ്റ് ഉണ്ടോ? ഇത് കഴിച്ചു തുടങ്ങിയല്ലോ ബ്രോ. ഓ ശെന്റമ്മ ഇത് കണ്ടാലറിയാൻ കണ്ട ഈ ബ്രോ ഏത്തപ്പഴം എടുത്തേ ഈ ഇളയ ഉള്ളിയും കൂടി എടുത്തോ. എനിക്ക് ബ്രോ നല്ല രസമാണ്. നോക്കി അതാണ്ടേ മണം അടിക്കുന്നടേ. അതിന്റെ ഉള്ളൊന്ന് കാണിച്ചോട്. ഉള്ളു കാണിച്ചോട്. ഞാൻ കാര്യം പറ്റേ ഇതിലും കിട്ടില്ല. ഞാൻ ഒരു കാര്യം പറ്റേ പ്രോട്ടീൻ ഏത്തപ്പഴമാണ് എക്സസൈസ് ചെയ്യുന്നുണ്ടോ ബ്രോ? നാടൻ വിഭവം കഴിക്കുമ്പോ എന്ത് പ്രോട്ടീൻ. ഇതൊക്കെ നാടൻ അതൊക്കെ കിട്ടുമ്പോ പിന്നെ എള്ളുണ്ടാന്ന് പറഞ്ഞ സംഭവം. ഓ ഈ എള്ളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ഈ എള്ള്. എല്ലുകൾക്ക് ഇതൊക്കെ നല്ല ബലം വെപ്പിക്കും. ഉപകാരങ്ങളുണ്ട്. ഇതൊക്കെ നല്ല മധുരത്തിൽ ഇങ്ങനെ കുഴച്ച് ഞാൻ കാര്യം പറയട്ടെ ഈ സാധനം ഉണ്ടാക്കുന്ന ബംഗാളികളാ. അല്ല ഇത് നല്ല നാടൻ എള്ളുണ്ട്. നാടനല്ല അവര് ശർക്കര ഒക്കെ കുഴക്കുന്നുണ്ടോ? ശർക്കര ഒക്കെ ഇങ്ങനെ ബ്രോ ഇതേ ഞാൻ കാര്യം പറയട്ടെ ഈ ഇത് കേരളത്തിലേക്ക് പറഞ്ഞിട്ട് വലിയ തൊട്ടുതെറിയുടെ ബിസിനസ്. എന്റെ പൊന്നപ്പുറം അത് മറ്റേ പേരില്ലാത്ത മറ്റേ ഇതൊക്കെ നാടൻ സാധനം. ഇത് മറ്റേ ലളിതാമയുടെ അങ്ങനത്തെ ബ്രാൻഡാണ്. അത് അമ്മമാര് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളത്. അത് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഓരോ അങ്ങനെ അമ്മമാരുണ്ടാക്കണ ഓരോ സാധനങ്ങളാണ്. സിനിമയ്ക്കകത്ത് ശക്തിയാ. എനിക്കറിയാൻ കേട്ടോ. നമ്മളിതൊക്കെ ഫുഡ് വെച്ചിട്ട് കളിച്ചിട്ട് താഴെ എങ്ങനെ പോയി ഞാൻ നല്ല ഇടി ഇടിക്കും കേട്ടാ. ഇത് ഉണ്ടല്ലോ. ഇതിൽ ഹാർട്ട് ഷേപ്പ് ആണുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടേ തരത്തുള്ളൂ. വേണമെങ്കിൽ തിന്നാ മതി. എന്റെ പൊന്നോ എന്റെ ഉണ്ട്. കണ്ടില്ല ഒന്നും കാണിച്ചില്ല. ഇത് കഴിക്കണ്ട. അതെ ഭാഗ്യല്ലേ ഇപ്പൊ കടിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടോടെ കേൾക്കുന്നുണ്ട്. ആധുനിക കാലം മുതലേ കണക്കന്മാര് പഴം കഴിച്ച ജീവിച്ചായിരുന്നു. സത്യം കാര്യം. ആധുനിക കാലത്ത് നിന്ന് വരുമ്പോ മനുഷ്യന്റെ ഇതിലൊക്കെ ലാവുന്നേ. ബ്രോ ഇങ്ങനെ വീണ്ടും കൊരങ്ങനായിട്ട് തന്നെ ഇരിക്കുന്നേ. നല്ലൊരു കഴിവുണ്ട്. ഈ ഒരു കേരള ഫിലിം ഇൻഡസ്ട്രി എടുക്കുവാണെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിക്ക് ശേഷം ബൂട്ട് ക്യാമ്പിൽ ചെക്കറായിരിക്കും. ഞാൻ ആയിട്ടെ കണ്ണമ്പുട്ടി. എന്താ ഇല്ലാത്ത അച്ചപ്പ ബ്രോ നല്ല അടിപൊളി സദ്യ കഴിച്ച്. ഞാൻ പറഞ്ഞ 10 തരം കൂട്ടം. 10 തരം കൂട്ടം. 10 തരം കൂട്ടം. ഇലയൊന്ന് വിരിക്കൂ. എല്ലാം വിരിച്ച് സദ്യ എല്ലാം മുമ്പ് വെച്ചിട്ടുണ്ട്. അല്ല ബ്രോ വിരിക്കും. ചോറിട്. അച്ചടി ചോറിട്. അല്ലല്ല ചോറിട്. ചോറ് ആദ്യം ഇലയൊന്ന് വെള്ളം ഇട്ട് തുളച്ചതാ. കച്ചടി കിച്ചടി അച്ചാറ് ഓലൻ തോരൻ അച്ചാറ് അച്ചടി കിച്ചടി ആ ചോറ് ചോറ് രാമൻ അത് കൊടുത്ത്
പൊന്നു രാമൻകുട്ടി ഇതെന്ത് ഇങ്ങനെ എടുത്ത് കൊടുക്ക ഇത് ഇടുക്കിത്ത മറ്റേ ഇങ്ങനെ നിനക്ക് ഇത് അങ്ങനല്ല ഇവിടെ മറ്റേ സ്പൂണൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ സ്പൂൺ ഉപയോഗിച്ച് ചേട്ടാ ഇച്ചിരി ചോറ് ചേട്ടാ ഇച്ചിരി ചോറ് എനിക്ക് ചോറ് വേണ്ട അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത ബ്രോ ഇട് കുറച്ചിട് ഇവരത് സിമന്റ് സാമ്പാറാണ് വെച്ചത് സാമ്പാർ അല്ലല്ല പിന്നെ എനിക്ക് പരിപ്പ് വന്നിട്ട് പരിപ്പ് മതിയോ അതിന് കുറച്ച് മറ്റേ ഇതിന്റെ പൊക്കത്തൊരു നെയ്യ് പോലത്തെ ഒരു സാധനം നെയ്യ് പോലെ വെയിറ്റ് ഞാൻ ഒരു കുളം ഉണ്ടാക്കട്ടെ ഓ സാമ്പാർ സാമ്പാർ മാമ്പഴ പുളിശ്ശേരി ഉണ്ടോ ഇല്ല അതിവിടെ ഇല്ല അത് നീ തുടക്കണ ഇങ്ങനെ കൈ കഴിയണ്ടേ കിച്ചടി അച്ചാറല്ലേ സൂപ്പർ അതേതാ പച്ചടി പപ്പടം ഓ കള്ളം പപ്പട കൊതിയൻ ബ്രോ ഞാൻ സാമ്പാറിന്റെ ഓർമ്മ കൂടി സ്ക്രൂ ലൂസാക്കി ഇതെന്താ ഇങ്ങനെ നമുക്ക് പഠിച്ച എല്ലാ കറികളും കൂട്ടി കുഴച്ച് എന്നാ ഈ കൊമ്പന്റെ വായിലിട്ടോ മൂപ്പറതാണല്ലേ കഴിക്കട്ടെ ഇതെന്താ ചെറുതായി പോയി അച്ചപ്പം വലുതല്ലേ ഇല്ല ബ്രോയ്ക്ക് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കൻ കഴിക്കട്ടെ ചിക്കൻ കഴിക്കുന്ന ഇഷ്ടമാണ് ബ്രോ എന്നാ കരഞ്ഞോണ്ട് ചിക്കൻ കഴിക്കും ബ്രോ ചിക്കൻ അവിടുന്ന് ആദ്യം എടുക്ക് ബ്രോ ഇതന്നെ ഇവിടെ നിന്ന് വന്നപ്പോൾ ചിക്കൻ അങ്ങനെ കയ്യിലേക്ക് തന്നെ എന്തിനാ ബ്രോ എന്തിനാ കഴിക്കുന്നത് ആ കടിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും കടിക്കാതെ ചിക്കൻ പീസ് ഉണ്ടാ കൈ തിരിഞ്ഞില്ലേ അതിങ്ങനെ താഴെ വെച്ചിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ചെയ്താ പോലെ ഇങ്ങനെ ചെയ്താ പോലെ ആ എല്ലാം അടക്കം കറച്ചു കറച്ച മസ മാത്രം മസയിലല്ലോ ദശ മാത്രം നന്നായിട്ടുണ്ട് കേട്ടോ അടിപൊളിയുണ്ട് അവിടെ വെച്ചു കറി അല്ല കറി കറക്കിട്ട് ഇപ്പൊ കറക്കിട്ടില്ലേ ആ അരി അരിയല്ല ആ അരി എടുത്താ നമ്മുടെ അരിക്കൊമ്പനോട് ഇപ്പഴാ കറക്റ്റ് അരിക്കൊമ്പനായല്ലേ സത്യം അരിക്കൊമ്പൻ എങ്ങനെയുണ്ട് അരി എങ്ങനെയുണ്ട് വേണേ എന്റെ മേത്ത് വെച്ചോ ഞാൻ കുറച്ച് ഹോട്ട അരി എങ്ങനെയുണ്ട് അരി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് വേണേ കഴിച്ചു വയ്ക്കോ സത്യം പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് അണ്ടി പോലെ ഇരിക്കുള്ളൂ അണ്ടിപ്പരിപ്പ് പോയിരുന്ന അണ്ടി പോലെ ഇരിക്കുന്ന ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുള്ളൂ എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെയല്ല സോ ഗൈസ് നമുക്ക് അടുത്ത നമ്മളോട്ട് പോകാം പായ വെച്ചിട്ടുള്ള ഐറ്റംസ് പറയൂ പായസം പപ്പടം പച്ചമുളക് പച്ചയിട്ടവർക്ക് പച്ചമുളക് കിട്ടും ബ്രോക്ക് പപ്പട ബ്രോന്റെ കളർ പപ്പട എനിക്ക് പായസം കിട്ടും ഐ ആം ബാറ്റ്മാൻ അയ്യടി മോനെ നമ്മൾ ആ കണ്ടു നമ്മളെ കണ്ണോട്ടന്മാരല്ലണം കൊള്ളാം നമ്മളങ്ങനെ കണ്ണോട്ടന്മാരെ ആലോചിക്കും നമ്മൾ എന്തോരം പറ്റി ഒരു ബ്രോ ബർഗർ കഴിച്ചോ ബർഗർ ബർഗർ ആ അങ്ങനത്തെ ബർഗറല്ല ഞങ്ങൾ ഉണ്ടാക്കി തരും ആദ്യം ബണ്ണ് കൊടുക്ക് ബണ്ണെടുത്ത് പോയി
ബണ്ണെടുത്ത് കയ്യില് വൈലെടുത്ത് കയ്യില് ബണ്ണെടുത്ത് കയ്യില് അറ്റാച്ചഡാ. ആ ഒരു ബണ്ണ് കൂടി കൊടുത്തേക്ക്. പൊക്കത്തും താഴത്തേക്കും വെക്കാൻ വേണ്ടിയാ. കൊട് തനിക്ക് ബണ്ണ് വരുന്നില്ലേ? ഇനി ഒരു പാറ്റി കൊടു. അതെന്തുവാ ചൂടാക്കിയതാ ഓവനല്ല ചൂടാക്കണേ, അടുപ്പിൽ വെച്ചിട്ടാ ചൂടാക്കണേ. ഇത് എന്നിട്ട് അത് കൈ കൊണ്ട് പിടിച്ചാ അതങ്ങനെ ഇവിടുത്തെ പ്രൊഡക്ട്സ് അങ്ങനെ ടേസ്റ്റ് കൂടും. ഇനി എന്താ, ഇനി കുറച്ച് ചീസ് കൊടു. ഇങ്ങനെ ചീസ അവിടെ ഇല്ല. ഇനി ഒരു പാറ്റി എന്റെ അത് ഇവിടെയാ. ഇനി ലെറ്റ്യൂസ് അതെന്ത് കാണാം. ഇനി കുറച്ച് തന്തൂരി സോസ് കൂടി കൊടുക്ക്. അല്ല തിരിഞ്ഞു നിന്നിട്ട് ഇനി വേണോ? വേണ്ടല്ലോ. ഇനി കുറച്ച് മയോണൈസ് എടുക്കട്ടെ. ഇനി കുറച്ച് മയോണൈസ് അത് അവിടെ നിന്ന് കിട്ടും. ഇപ്പൊ കുറച്ച് പാടാ. മയോണൈസ് എടുക്കാം. ഇതൊക്കെ സ്റ്റോക്ക് ഏതാ? അത് അമർത്ത് ജ്യൂസി മാത്രല്ല പാറ്റിയൊക്കെ അലിഞ്ഞ് ചമ്മന്തിയാക്കി കഴിച്ചോ. ഇതന്നെ ഇത്രയും വലിയ ബർഗർ അല്ലേ? നല്ല അമർത്തപ്പത്തി നല്ല ഒട്ടിപ്പോയി. പിന്നെ അന്നേരം ആ രണ്ട് തടിയാൻ പാറ്റിയോടെ ഇരിക്കുമ്പോൾ അങ്ങനെ ബ്രോ നന്നായിട്ട് വാ വിളിച്ച് തിന്നാൻ വരുള്ളൂ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എല്ലാം കറക്റ്റ് അല്ലേ? ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ? ഉപ്പ് ആവശ്യത്തിന് ഉണ്ടെങ്കിലേ ഉണ്ടാവും. ബ്രോ റിവ്യൂ പറയൂ. മണ്ണ് വരുന്നത് ഞാൻ കഴിക്കൂല. ആ മണ്ണ് കൈ കൊണ്ടിട്ട് സൂപ്പർ. എന്റെ ഫേവറേറ്റ് സാധനമാണ്. എന്റെ പൊന്ന് ബ്രോ, സ്പൂണ് വെച്ചിട്ട് മാറി തിന്നണ ഇതിങ്ങനെ ഒരു ഓണത്തിന്റെ ഫീൽ അല്ലേ? അല്ല ഇല്ലേ പിന്നെ നീ അത് മാത്രമായിട്ട് കഴിക്കേണ്ടി വരും. അതും കൂടി കഴിക്കും. അത് കഴിക്കാതെ മണ്ണോടത്തെ ബ്രോക്ക് ഇതേ നല്ലൊന്നും കിട്ടിയില്ലല്ലേ? ഇപ്പൊ എത്ര റൗണ്ട് കഴിഞ്ഞ്? അല്ല ഒരെണ്ണം കിട്ടില്ല, അച്ചപ്പം കിട്ടിയില്ലേ? എനിക്കൊന്നും കിട്ടിയില്ല. ബ്രോ എന്തോ കളി തുടങ്ങിയപ്പോഴേ ലക്കിന്റെ എന്തോ പറഞ്ഞായിരുന്നു. അത് വേണ്ട, കയ്യിൽ പിടിച്ചിട്ട് കൈ കൊണ്ട് വാരി കുഴച്ച് തിന്നണം. അയ്യേ ഞാൻ കുഴക്കില്ല. ഞാൻ സ്പൂൺ വെച്ച് പറയുന്നവരെ കഴിച്ചാൽ മതി ബ്രോ. മതി. അല്ല വായിലേക്ക് ബ്രോ. അത് താഴൊന്നും അത് പോയി ബ്രോ ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ബ്രോ മണ്ണൊരു ഫുഡ് ഐറ്റം അല്ല. അല്ല ഇത് ഫുഡ് ഐറ്റംസ് അല്ല. ഇത് രാവിലത്തെ മറ്റേ പയറും കഞ്ഞിക്ക് വന്ന എനിക്ക് പയർ കഞ്ഞി ഇഷ്ടമല്ല. ഇല്ല ഞാൻ കഴിച്ച നിങ്ങൾ പറഞ്ഞത് ഛർദിച്ചത് എന്റെ ബാക്കിയത് അവിടെ ഇരിക്കുന്നത്. നിങ്ങളൊക്കെ പൊട്ടനാണോ? ഞാൻ പറയുന്നത് അതെ ആദ്യം കഴിക്കണ്ട കിക്കാവേ. എനിക്കറിയാം ഇവിടെ എങ്ങനെയാ കഴിക്കണ്ടെന്നൊക്കെ. എന്തിനാ ബ്രോ ഇങ്ങനൊക്കെ ചെയ്യണം? ഞാൻ തുറച്ച് കളയുന്നില്ല. വേണ തുറച്ചല്ലടാ. ഇത് ആദ്യം ഇവിടെ പടക്കം പൊട്ടിക്കണേ. കിട്ടിയോ? ഇതെന്തേത് കിണറോ? കിട്ടായി. എടുത്തോ എന്ത് പപ്പടം? അന്ന് എനിക്കത് എനിക്ക് പപ്പടം കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് തന്നെ
ബ്രോ കമോൺ ബ്രോ കമോൺ. ഇതെങ്ങനെ ലോലിപോപ്പ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയോ? ആ ലോലിപോപ്പ് കൊടുക്കണ്ടേ? ഇത് പച്ചക്കളറിൽ ലോലിപോപ്പ്. എനിക്ക് ഉച്ചക്കത്തേക്ക് തരാൻ പറ്റുമോ? ചോറിൻ്റെ അടുത്ത് തന്നെ ഉച്ച കഴിഞ്ഞു ബ്രോ. ഞാൻ ഫിറ്റ് ആവത്തില്ല. ഞാൻ ഫിറ്റ് ആവത്തില്ല. നീ ഒരു സീനല്ലടാ. ബ്രോ ഒരു ഈ മുളകെങ്കിലും കഴിക്കേണ്ടി വരും. എന്നാ പിന്നെ അത് കഴിക്കാം. പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളൂ മാജിക്ക് നിന്റെ തലയിൽ ഞാൻ വിളിക്കുന്ന എല്ലാരും മഴക്കിടുന്നേ. ബ്രോ അങ്ങനെയുണ്ട് വാങ്ങിച്ചേ. So guys, let's go to the next round. നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? കുടിയന്മാര് വേണ്ട കേട്ടാ, കുടിയന്മാരെ പുറത്താണ് വേണ്ട. ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. സത്യം പറഞ്ഞ ഞാൻ വേണ്ടേ, കഴിഞ്ഞ കളി ഫുള്ള് നമുക്ക് മായ വീണേ. ഈ കളി എന്താ വീണേ ചോദിക്കാം. മായായിരിക്കും. മാ തന്നെ ആയിരിക്കും ഫസ്റ്റ്. സോ ഗൈസ്, അപ്പൊ മാ വെച്ചിട്ട് മന്തി, മഞ്ച് മഞ്ഞൾപ്പൊടി. ഓ, മഞ്ഞൾപ്പൊടി കിട്ടുന്ന ഭാഗ്യം. പൊടിയല്ല മഞ്ഞൾപ്പൊടി. ആ പൊടി. പൊടി ആക്ട്. മറ്റൊന്ന് ആക്ട് ചെയ്തേ. എന്ത് ആക്ട് ചെയ്യേ? അയ്യോ ഇതല്ല. അന്ന് പിന്നെ ഒരു ഗ്ലാസ് ഗോമൂത്രം കുടിച്ചേ. ഗോമൂത്രമൊക്കെ മറ്റേ പശുവിന്റെ മൂത്രം. നല്ല ആയുർവേദിക് ആയിട്ടുള്ള കാര്യം. ബ്രോ കുടിച്ചിട്ടുണ്ടോ? ബ്രോ 3 നേരം കുടിക്കുന്ന അതാ. ബ്രോ ഇപ്പൊ അത് കുടിക്കടാ കുടി. നാരങ്ങ വേണമെങ്കിൽ അത് കുടിച്ചില്ല അടിച്ച് വായിൽ വെച്ചിട്ടും കൂടി കുടിക്കടാ ഗ്ലാസ്. എന്താ ഇനി ഫുള്ള് അങ്ങോട്ട് ഫ്രഷ് ആയിട്ടുണ്ടോ? തുരുതുരുദേവിയാ? ഓ നിങ്ങളെ തുരുതുരുദേവി വഴികാട്ടെ. ബോള് മറ്റേ ഇതില്ലേ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോ ബോൾ കാട്ടി പോകും. സ്റ്റമ്പിന്റെ നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലായി. അവര് മാപ്പ് ഒപ്പിക്കും. ബോൾ ബോള് GPS കണക്ട് ചെയ്യും മണ്ടന്മാര്. ബ്രോ മന്തി ഒന്ന് കൊണ്ടുവരും പ്ലീസ്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ നിങ്ങള്? ഇത്രയൊക്കെ കഴിക്കും ബ്രോ. ബ്രോ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ വീർത്ത് പൊട്ടും കേട്ടോ. ചിക്കൻ ഉണ്ടിന്റെ അകത്ത് ഞാൻ പേടിച്ച് ഇതിനകത്തില്ലെന്ന് ചിക്കൻ. അടുത്ത ഫ്രണ്ടിലിട്. ഒളിച്ചു വെച്ചേക്കും. കള്ളനാണല്ലേ ഇവൻ. എന്റെ ദൈവം, ഇത് എന്നെ മെൽറ്റ് ആവുന്ന ചിക്കനാ. ഞാൻ ആദ്യമായിട്ട് എന്നെ കണ്ടിട്ട് മെൽറ്റ് ആവുന്നൊരു ചിക്കനെ കാണുന്നേ. നിന്നെ കണ്ടിട്ടാ? എന്നെ കണ്ട എല്ലാരും മെൽറ്റ്. അയ്യടി ഈ ബ്രോ എന്തിന് ചുമ്മാ ഒരുമാതിരി. ഞങ്ങളുടെ റൈറ്റ്സ് ആണ് ഞങ്ങൾ എങ്ങനെ തിന്നണമെന്ന്. ഞങ്ങളുടെ അല്ല എന്റെ. ഇവിടെ ഞങ്ങളുടെ ഗാന്ധിജിയപ്പ ഞങ്ങൾക്ക് ഫ്രീഡം മേടിച്ചെന്നിരിക്കുന്നത് എന്തിനാ? ഇതേപോലെ മന്തി കഴിക്കാനാണ് സ്വാതന്ത്ര്യത്തോടെ. കേട്ടോ ചിക്കൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. ചിക്കൻ കുടുക്കി ചത്തു. നമുക്ക് പിന്നെ എന്തിട്ടാ മഞ്ചില്ല മഞ്ചിങ്കിതാ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയാ ബ്രോക്ക് പണി ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അത് കഴിച്ചു. മഞ്ഞപ്പൊടി കഴിക്കണം. കഴിക്കാം. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അല്ല തിരുമ്പാൻ പറ്റുമോ? ഒരിക്കലും മസാജ് ചെയ്ത് തരട്ടെ. ഞാൻ ഇങ്ങനെ ഇത് ചെയ്ത് തരാം. ഞാൻ ഇങ്ങനെ ബ്രോ സ്നേഹത്തോടെ വേണേ വാരി തരാം കേട്ടോ. നമ്മള് കഴിക്കും. പറയാൻ പറ്റില്ല. ചിക്കൻ അധികം എടുക്കണ്ട. അത് നമ്മളെ മന്തി റൈസ് കൂട്ടി തുപ്പിഞ്ഞ
ബ്രോ ഇങ്ങനെ നമുക്ക് സ്നേഹത്തോടെ വാരി തരും എന്താ നമുക്കതൊരു ഫ്രണ്ട്ഷിപ്പ് ഒരു എനിക്ക് slow motion ഞാനുണ്ട് അല്ല, ഇല്ല. ഇവിടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ നിലനിർത്തുന്ന KMC കൊമ്പന. ഇല്ല ഞാൻ തീരെ നിലനിർത്താം. ബ്രോ ഒരു വായ ഇങ്ങനെ ഞാൻ 2 ദിവസമായിട്ട് സെൽഫിഷാ. ഇല്ല എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു മനസ്സിനുള്ളിൽ ഒരു കോർണറിന്റെ ഒരു അംശം ഒരു 1% ഒരു 0.5% കാണും. ആളുടെ എന്താ വേദന ഉണ്ട്. കത്തെടുത്തോളാം വെട്ടി മസാജ് മസാജ്. വലിക്ക് കരാട്ട കിട്ടില്ല മറ്റേ ആ പുള്ളി എനിക്കറിയാം. ബ്രോ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ ബ്രോ ആണോ മറ്റേ BTSലെ കിങ് കോങ്ങി ഇടുക്കിയത്തെ കിങ് വാങ്ങി ആ ബ്രോ അല്ലേ അത്? ഇടുക്കിയത്തെ കിങ് കോങ്. എന്റെ പൊന്ന് ബ്രോ ഇടുക്കിയത്തെ കിങ് കോങ് തൃശ്ശൂരിലെ കിങ് കോങ്ങും ബ്രോ അല്ലേ ബ്രോ ഞങ്ങളുടെ ഇടുക്കിയത്തെ പ്രിൻസസ് ആരാ രാജകുമാരൻ പ്രിൻസാണ് രാജകുമാരൻ പ്രിൻസസ് പിന്നെ രണ്ടും മറക്കം കൂടെ ഓ, അപ്പൊ എന്തായാലും എനിക്ക് സമാധാനമായി. സമാധാനമല്ലേ? ബ്രോ ഈ ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു കിടിലൻ ചാലഞ്ച്. ബ്രോക്ക് എന്താ ബ്രോക്ക് അച്ചപ്പം മാത്രം കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ അടിപൊളി പച്ചമുളക് പച്ചമുളക് കിട്ടിയില്ലോ. എനിക്കെല്ലാം ചലഞ്ച് ഇഷ്ടമാണ് കാരണം ഞാൻ പിന്നെ നിങ്ങൾക്ക് ഫുഡ് ഐറ്റം കിട്ടിയല്ലോ എനിക്കത് മതി എപ്പോഴും ഇല്ലെങ്കിൽ ഞാൻ നല്ല ഭക്ഷണം കഴിക്കാറ് ഇപ്പം നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം ഓ എന്തൊരു അഭിനയം. ഇതിന് കൊടുക്കണ ഒരു ഓസ്കാർ. ചലഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എന്തോരം ഇഷ്ടപ്പെട്ടു നമുക്കറിയത്തില്ല പക്ഷെ അടിപൊളിയായിരുന്നു. സാധനം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.